ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ 10 ടിപ്സ് ടു ഇൻക്രീസ് യുവർ ബ്രേക്കിംഗ് എഫിഷ്യൻസി. നിഞ്ച ടെക്നിക്സ് ടു ബ്രേക്ക് യുവർ ബൈക്ക്. ഈ വീഡിയോ അപ്പം ഏത് ലെവലിലുള്ളൊരു റൈഡിങ് സ്കിൽസ് ഉള്ള ആൾക്ക് വേണമെങ്കിലും കാണാം. അല്ലാതെ ഇങ്ങനെ ബിഗിനറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോ റൈഡറിന് വേണ്ടി അങ്ങനെയൊന്നുമില്ല. ഇതിൽ പറയാൻ പോകുന്ന ടിപ്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ദിവസവും ഞങ്ങൾ യൂസ് ചെയ്ത് വന്ന കുറച്ച് ടിപ്സാണ്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെയും ടിപ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിജിൻ, നിങ്ങൾ കാണുന്ന വണ്ടി യൂട്യൂബ് ചാനൽ. സമയമൊട്ടും നമുക്ക് തുടങ്ങാം. ബ്രേക്കിങ്ങിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നല്ലൊരു ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു റൈഡറിൻ്റെ സ്കില്ല്, നമ്മൾ പോയിരിക്കൊണ്ടിരിക്കുന്ന സ്പീഡ്, അതുപോലെ നമ്മളെ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് ഈ ഉള്ളതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നിങ്ങളുടെ ടയർ എത്ര ഗ്രിപ്പുള്ളതായിക്കോട്ടെ, നിങ്ങളുടെ ബ്രേക്സ് എത്ര പവർഫുൾ ആയിക്കോട്ടെ, നിങ്ങളുടെ വണ്ടി എത്ര പവർഫുള്ളോ അല്ലെങ്കിൽ എത്ര അടിപൊളി ആയിക്കോട്ടെ എന്നുള്ളതിലൊന്നുമല്ല ഈ ഒരു ബ്രേക്കിംഗ് നിൽക്കുന്നത്. നിങ്ങൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. സോ അത് എങ്ങനെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടിപ്പാണ് ഓൾവേസ് മെയിൻറ്റെയിൻ എ മിനിമം സ്പീഡ്. അതായത് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് എന്ന് തോന്നുന്ന ഒരു മിനിമം സ്പീഡ് വേണം നിങ്ങൾ എപ്പോഴും വണ്ടി ഓടിക്കാൻ. അത് പലർക്കും പലതായിരിക്കും. അതായത് ഒരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ ഒരു 40 തൊട്ട് 45 വരെ ആയിരിക്കും അയാളുടെ ഒരു കോൺഫിഡൻസ് സോൺ അല്ലെങ്കിൽ ഒരു മിനിമം സ്പീഡ് എന്ന് പറയുന്നത്. ഒരു ഇൻ്റർമീഡിയറ്റ് ആളാണെങ്കിൽ ഒരു 60 വരെ പോകാം. അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കില്ലിനനുസരിച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനനുസരിച്ച് ആ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. സോ ഏത് സ്പീഡിലാണോ നിങ്ങൾ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ ഒരു സ്പീഡിൽ മാത്രം നിങ്ങൾ വണ്ടി ഓടിക്കുക. അതുപോലെ ഈ സ്പീഡിൽ പോകുമ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും വണ്ടി നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് കോൺഫിഡൻസ് ഉള്ള സ്പീഡ് ആയതുകൊണ്ട് തന്നെ എന്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ടിൽ പെട്ടെന്നൊരാളോ ഒരു പട്ടിയോ അല്ലെങ്കിൽ വലിയൊരു കുഴിയോ കണ്ടാൽ നമുക്ക് വളരെ കൺട്രോളബിളായിട്ട് തന്നെ ആ വണ്ടിയെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. സോ ഇത് നമ്മുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്തുകൊണ്ടും കൂട്ടും. സോ ഗസ്, സെക്കൻഡ് ടിപ്പാണ് ഓൾവേസ് ആം ദ ലിവർ വിത്ത് യുവർ ഫിംഗർ. അതായത് എപ്പോഴും നമ്മുടെ ചൂണ്ടുവിരൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവറിലുണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ നിങ്ങളൊരു 100 കിലോമീറ്റർ 120 കിലോമീറ്റർ സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സഡൻ ബ്രേക്കിംഗ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വിരൽ നോർമൽ പൊസിഷനിൽ നിന്ന് അവിടെ വരെ കൊണ്ടുവരാൻ എടുക്കുന്ന ടൈം വരെയും നിങ്ങൾക്ക് ക്രൂഷ്യലായിരിക്കും. കാരണം നമ്മൾ 100 കിലോമീറ്റർ സ്പീഡിൽ പോയിരിക്കുമ്പോൾ ഒരു വലിയൊരു ദൂരം തന്നെ നമ്മളൊരു സെക്കൻഡ് കവർ ചെയ്യും. സോ എല്ലാ മില്ലി സെക്കൻഡ്സും നമുക്കവിടെ വിലപ്പെട്ടതാണ്. സോ എപ്പോഴും നമ്മുടെ ഒരു നമ്മുടെ വലത്ത് കൈയിലെ 2 വിരൽ എപ്പോഴും ആ ബ്രേക്ക് ലിവറിൻ്റെ മണ്ടയ്ക്ക് ആം ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ ഇത് നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ബാക്ക് ബ്രേക്കിൽ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ക് ബ്രേക്ക് എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ നിങ്ങളുടെ ബ്രേക്ക് പാഡ് തേഞ്ഞ് തീരുക, അതുപോലെ തന്നെ ടയർ തേഞ്ഞ് തീരുക, വണ്ടിക്ക് സ്ട്രെസ് കൂടുക, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ സംഭവിക്കും. സോ ബാക്ക് ബ്രേക്ക് നിങ്ങൾ റിലാക്സ് ആക്കി തന്നെ വെക്കുക. എപ്പോഴും ഫ്രണ്ട് ബ്രേക്കിൽ നിങ്ങളുടെ 2 വിരലുകൾ വെച്ചിരിക്കുക. അടുത്തതാണ് ഗൈസ്, നമ്മൾ എപ്പോഴും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 70-30 അല്ലെങ്കിൽ 80-20 എന്നുള്ള ഒരു റേഷ്യോയിൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു 70% ബ്രേക്കിംഗ് ഫോഴ്സ് ഫ്രണ്ട് ബ്രേക്കിനും 30% ബ്രേക്കിംഗ് ഫോഴ്സ് ബാക്ക് ബ്രേക്കിനും കൊടുക്കുക. കാര്യം നമ്മളൊരു വണ്ടിയിൽ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സർട്ടൻ മൊമെൻറ്റം നമ്മുടെ കൂടെ വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ആ ഒരു സ്പീഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ബാക്കിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും ഫ്രണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വണ്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്കിലേക്ക് തന്നെ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, മിക്ക ഡിസ്ക് ബ്രേക്ക് വണ്ടികളിലും ഫ്രണ്ടിലത്തെ ഡിസ്ക്കും അതുപോലെ തന്നെ ബ്രേക്ക് യൂണിറ്റും ബാക്കിലത്തേനെ അപേക്ഷിച്ച് വലുതും പവർഫുള്ളും ആയിരിക്കും. സോ അത് ഈ ഒരു തത്വം വെച്ചിട്ടാണ്. കാരണം എപ്പോഴും ബ്രേക്കിംഗ് ഫോഴ്സ് കൂടുതലായിട്ട് വരുന്നത് ഫ്രണ്ട് വീലിലേക്കാണ്. അങ്ങനെ ഫ്രണ്ട് ബ്രേക്കിലേക്ക് മാക്സിമം ഫോഴ്സ് അല്ലെങ്കിൽ ഒരു 70% ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സാധ്യമാക്കാം. അടുത്ത ടിപ്പാണ് ഓൾവേസ് ഗ്രിപ്പ് ദ ബൈക്ക് വിത്ത് യുവർ തൈസ്. അതായത് നമ്മൾ നോർമലായിട്ട് റൈഡ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വണ്ടിയെ ഗ്രിപ്പ് ചെയ്തിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബ്രേക്കിംഗ് ടൈമിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ 2 കാലുകൾ കൊണ്ട് വണ്ടിയെ നല്ല രീതിയിൽ ഹഗ് ചെയ്ത് പിടിക്കണം. കാരണം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് മുന്നോട്ടേക്കാണ് പോകുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ലൊരു ബ്രേക്കിംഗ് സാധിക്കത്തില്ല. സോ നമ്മൾ വണ്ടിയിൽ നല്ലപോലെ ഗ്രിപ്പ് ചെയ്തിരിക്കുക, അതിനോടൊപ്പം തന്നെ ബ്രേക്കിംഗ് ഫോഴ്സും കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് നമുക്ക് സാധ്യമാക്കാൻ പറ്റൂ. ഗൈസ്, അപ്പോൾ നമ്മുടെ 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലിവർ പുള്ളിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ബ്രേക്ക് ലിവർ വലിക്കുന്നതിനെ പറ്റിയിട്ട്. ഒരിക്കലും റാപ്പിഡായിട്ട് ഫ്രണ്ട് ബ്രേക്ക് ലിവർ നിങ്ങൾ ഒറ്റപ്പിടുത്തം പിടിക്കരുത്. അങ്ങനെ പിടിച്ചാൽ ABS ഉള്ള വണ്ടിയാണെങ്കിൽ പാളില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ അത് കൺട്രോളിൽ നിൽക്കത്തില്ല വണ്ടി. എപ്പോഴും ജെൻറ്റിലായിട്ട് സ്ക്യൂസ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. അതായത് നിങ്ങളിപ്പോൾ ചോദിക്കും, പെട്ടെന്നൊരു പട്ടി കുറുക്കിയാൽ ഞാൻ അങ്ങനെ ജെൻറ്റിലായിട്ട് സ്ക്യൂസ് ചെയ്യുന്നതെന്ന്. അത് പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ, പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ കൈവശം വരുത്താൻ പറ്റൂ. കാരണം പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാം, പക്ഷേ അതും ആ ഒരു സ്ക്യൂസിങ്ങിൽ ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു കൺട്രോളബിളായിട്ടുള്ള സ്ക്യൂസിങ് ആയിരിക്കും കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒറ്റപ്പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ ഒന്നീ നിങ്ങളുടെ ബാക്ക് വീൽ പൊങ്ങി വരും, അല്ലെങ്കിൽ നിങ്ങൾ പാളി നിലത്ത് വീഴാനുള്ള ചാൻസാണ് കൂടുന്നത്. സോ
ഓൾവേസ് സ്ക്വീസ് ദ ലിവർ ജെന്റ്ലി. അപ്പോൾ നമ്മുടെ ആറാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് അവർ ബ്രേക്ക് ആൻഡ് ടയേഴ്സ്. അതായത് നമ്മുടെ ടയറിൻ്റെയും ബ്രേക്കിൻ്റെയും ഹെൽത്ത് നമ്മുടെ ബ്രേക്കിങ്ങിനെ ഒരുപാട് അല്ലെങ്കിൽ 80% അഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നല്ല ഗ്രിപ്പുള്ളൊരു ടയറും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക് യൂണിറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു എഫിഷ്യൻറ്റ് ബ്രേക്കിംഗ് സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ടയറിൻ്റെ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഫൈലിലും നിങ്ങളുടെ ബ്രേക്ക് കാലിപ്പേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ബ്രേക്ക് ഷൂസിൻ്റെ ലൈഫിലും ഒന്ന് ശ്രദ്ധ വെക്കുന്നത് നല്ലതാണ്. കാരണം അവ ദുർബലമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിലൊരു ബ്രേക്കിംഗ് സാധ്യമല്ല. അത് ഒരുപാട് അപകടത്തിലേക്കും നമ്മളെ നയിക്കുന്നതാണ്. 7th ടിപ്പ് എന്ന് പറയുന്നത് ട്രെയിൽ ബ്രേക്കിംഗ് ആണ്. അതായത് ഇതൊരു ബ്രേക്കിംഗ് ടെക്നിക്കാണ് നമ്മുടെ റേസ് ട്രാക്കിലും മറ്റും യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കോർണേഴ്സ് എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ട്രെയിൽ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോർണറിലേക്ക് ഡിപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വണ്ടിയെ ബ്രേക്ക് ചെയ്യാം. പക്ഷേ അത് വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും ബിഗിനേഴ്സിന് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളങ്ങനെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റിലേക്ക് വഴിവെക്കും. എപ്പോഴും അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ സാധിക്കൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് എത്താനും സാധിക്കൂ. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കോർണറിലേക്ക് എൻ്റർ ചെയ്തു, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിൽ വലിയൊരു കോർണറായിപ്പോയി അത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടിയ ഒരു ഡെപ്തുള്ള കോർണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടിയെ പിന്നെ സ്ലോ ചെയ്യേണ്ടി വരും. സോ കോർണറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കോർണർ ചെയ്യുമ്പോൾ നമ്മുടെ ടയറും റോഡും തമ്മിലുള്ള ഒരു സർഫസ് ഏരിയ വളരെ കുറവായിരിക്കും. സോ നിങ്ങൾ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ വണ്ടി തെന്നിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ട്രെയിൽ ബ്രേക്കിംഗ് യൂസ് ചെയ്യുന്നത് വളരെ മിനിമലായിട്ടുള്ളൊരു ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കൂ. അടുത്ത ടിപ്പാണ് ഓൾവേസ് കീപ് ദ ഹാൻഡിൽ സ്ട്രെയിറ്റ്. അതായത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഹാൻഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക. ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾ വണ്ടിയെ സ്റ്റിയർ ചെയ്യാനോ മനുവർ ചെയ്യാനോ ശ്രമിക്കരുത്. അങ്ങനെ സംഭവിച്ചാലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വണ്ടിയുടെ മണ്ടയ്ക്കുള്ള കൺട്രോൾ പോവും, വൊബിൾ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീഴാനുള്ള ചാൻസും കൂടും. എപ്പോഴും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സ്റ്റിയർ ചെയ്യാൻ പോയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഒരു റോഡും ടയറും തമ്മിലുള്ള സർഫസ് ഏരിയ അവിടെ കുറയും. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ടയർ കംപ്ലീറ്റ് ആയിട്ട് റോഡിലേക്ക് അമരുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റിയർ ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം വരും. അങ്ങനെ ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയവേ ഒന്നീ നിങ്ങൾ ഫ്രണ്ടിലുള്ള വണ്ടിയിൽ ചെന്നിരിക്കും, അല്ലെങ്കിൽ എന്താണോ ഒബ്ജക്റ്റ് അതിൽ ചെന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോൾ പോയിട്ട് നിങ്ങൾ വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീഴും. നമ്മുടെ 9th ടിപ്പാണ് ഓൾവേസ് ട്രൈ ടു എൻജിൻ ബ്രേക്ക്. അതായത് നമ്മൾ ബ്രേക്സ് യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എൻജിൻ ബ്രേക്കിംഗ് കൂടെ ചെയ്യാൻ ശ്രമിക്കുക. എൻജിൻ ബ്രേക്കിംഗ് എന്താണെന്ന് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളെ ഗിയർ ഡൗൺ ചെയ്ത് വണ്ടിയെ സ്ലോ ചെയ്യുന്നൊരു പ്രോസസ്സാണ് എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷേ സഡനായിട്ടുള്ളൊരു ടൈമിൽ ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല. എക്സ്പീരിയൻസ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് മാറ്റം. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ബ്രേക്കിങ്ങിനോടൊപ്പം തന്നെ എൻജിൻ ബ്രേക്കിംഗ് സാധിക്കുന്നതാണ്. സോ എൻജിൻ ബ്രേക്കിംഗ് നിങ്ങളുടെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരു എഫിഷ്യൻറ്റ് ബ്രേക്കിംഗ് സാധ്യമാക്കാനും സഹായിക്കും. ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പറഞ്ഞ ടിപ്പുകൾക്കെല്ലാം ഉപരി എക്സ്പീരിയൻസ് മാറ്റർ. അതായത് ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടും നിങ്ങളിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും നടക്കില്ല. നിങ്ങൾക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. നമ്മൾ ഈ എല്ലാ സാഹചര്യത്തിൽ കൂടെയും കടന്നുപോയി, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ വണ്ടി ഓടിക്കുന്നോ അത്രത്തോളം നിങ്ങൾ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോ മിസ്റ്റേക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിൽ നിന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു പട്ടി പെട്ടെന്ന് കുറുക്കിയാടിയാൽ നമ്മളത് ബ്രേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരു പ്രാവശ്യം നമ്മൾ ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ നമ്മളൊന്ന് പാളും, പക്ഷേ അടുത്ത പ്രാവശ്യം ആ മിസ്റ്റേക്ക് നമ്മൾ ആവർത്തിക്കില്ല. നമ്മൾ അന്നേരം ഒന്ന് കോൺഷ്യൻസ് ആവും, അതിനനുസരിച്ച് ബ്രേക്ക് ചെയ്യും. സോ നിങ്ങളുടെ ബ്രേക്കിംഗ് എക്സ്പീരിയൻസിനെ കൂട്ടാൻ ഞങ്ങൾ ഇന്നീ പറഞ്ഞ കുറേ ടിപ്സ് സഹായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സഹായിച്ചെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള കണ്ടൻറ്റ്സ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മറ്റൊരു ഫ്രണ്ടിനും ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതിനുപരി ഇതിൽ എന്തായാലും കൂടുതൽ വരും. കാരണം നിങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ സാഹചര്യങ്ങളിൽ വണ്ടി ഓടിച്ച ആൾക്കാരുണ്ട്, എന്നേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് തികച്ചും നമുക്ക് സ്വാഗതാർഹമാണ്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഈ പറയുന്നതല്ലാണ്ട് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറച്ച് ടിപ്സും കൂടെ ഉപകാരപ്പെടും. സോ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് നിജിൻ സൈനിങ് ഔട്ട്.